പീരിയഡ്സ് ടൈമിൽ നമ്മൾ പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് അത് ഇത്ര ടൈമിനുള്ളിൽ പാഡ് മാറ്റണമെന്ന് പറയാറുണ്ട്. പക്ഷേ ചില കേസുകളിൽ ആളുകൾ ഈ പറയുന്ന പോലെ മണിക്കൂറുകളോളം സാനിറ്ററി പാഡ് മാറ്റാതിരിക്കുന്നു. അത് ഭാവിയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ? അങ്ങനെ ഒരു ലോങ് ടേം ഹെൽത്ത് അഫക്റ്റ് എന്നുള്ളൊരു രീതിയിൽ അതിനെ എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ബിക്കോസ് നമുക്കിപ്പോൾ ക്യാൻസർ റിലേറ്റഡ് റിസ്ക്കോ അല്ലെങ്കിൽ സിവിയർ ഇൻഫെക്ഷൻസ് ഇൻ ഫ്യൂച്ചറിനോ എന്നൊന്നും പറഞ്ഞിട്ട് സാനിറ്ററി പാഡിൻ്റെ യൂസിനെ നമുക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല. അതിനേക്കാളും നമ്മൾ ഒരു 4 to 5 hours മാക്സിമം പാഡ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതായിട്ട്. ബേസിക്കലി ഹൈജീനിക് മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. ഒരു പ്രത്യേകിച്ച് കൂടുതൽ ബ്ലീഡിങ് ഉള്ളവർ നല്ല സോക്കായ പാഡാണെങ്കിൽ സോക്കാവുമ്പോൾ തന്നെ ഫുൾ സോക്കാവുന്ന പാഡാണെങ്കിൽ അപ്പോൾ തന്നെ അത് മാറുന്നതായിരിക്കും നല്ലത്. എപ്പോഴാണെങ്കിലും കൂടുതൽ നേരം ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ പാഡ് റിലേറ്റഡ് അലർജീസ് ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അറിയാലോ, വളരെ ആൾക്കാർ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ ഈവൻ പീപ്പിൾ ഗോ ഫോർ ദിസ് മെൻസ്ട്രൽ കപ്സ്. സോ അത് ഈ സാനിറ്ററി പാഡ് റിലേറ്റഡ് അലർജീസും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ സഹായിക്കും. പിന്നെ നമുക്ക് എപ്പോഴും ഈ ബ്ലീഡിങ് കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതെ, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ച്. ഓരോ സമയം നമ്മൾ ബാത്റൂമിൽ പോകും, പാഡിനകത്ത് ഇത്രയും ബ്ലീഡിങ് കാണുക എന്ന് പറയുന്നത് തന്നെ മെന്റലി അതൊരു പ്രോബ്ലമാണ്. സോ അത് ഒരു പരിധിവരെ നമുക്ക് മെൻസ്ട്രൽ കപ്സ് ഉപയോഗിക്കുന്നതിലൂടെ മാറ്റാൻ പറ്റും. പക്ഷേ മെൻസ്ട്രൽ കപ്സ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഹൈജീനിക് മെഷേഴ്സ് നോക്കണം. നന്നായിട്ട് അത് വാഷ് ചെയ്യുന്നതും അതുപോലെ ബോയിൽ ചെയ്ത് അതിൻ്റെ ക്ലീനിങ് മെഷേഴ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് റിലേറ്റഡ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻസ്, മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് ഫംഗൽ ഇൻഫെക്ഷനായിട്ട് വരുന്ന ആൾക്കാരെ ധാരാളം കാണാറുണ്ട്. ഈ ഒരു പീരിയഡ്സ് ടൈമിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഹൈജീനിൽ ശ്രദ്ധിക്കേണ്ടത് ലേഡീസ്? ഒന്നാമതായിട്ട് നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ കുളിക്കുന്നത്, രാവിലെ വൈകുന്നേരം കുളിക്കാൻ കഴിയുമെങ്കിൽ നല്ലത്. പിന്നെ പാഡ് ചേഞ്ച് ചെയ്യുന്നത്, അതൊരു ബ്ലീഡിങ് അധികം ഇല്ലെങ്കിൽ പോലും ഒരു 4 hours അല്ലെങ്കിൽ 5 hours പാഡ് ചേഞ്ച് ചെയ്യുന്നത് വളരെയേറെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത്, ധാരാളം വെള്ളം കുടിക്കണം. ചില ആൾക്കാർ പീരീഡ്സിന്റെ സമയത്ത് ഈ ഭയങ്കര പെയിൻ ഒക്കെ കൂടിയിട്ട് കട്ടിലിൽ നിന്ന് തന്നെ എഴുന്നേക്കില്ല, ഭക്ഷണം കഴിക്കൂല, ആ രീതിയിൽ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിൽ നമ്മളത് മെന്റലി എടുക്കാതെ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ഒരു നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ഒന്നുകൂടെ കരുതി കുറച്ചേറെ വെള്ളം കുടിക്കാനും അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പാഡ്സ് ചൂസ് ചെയ്യുമ്പം ഒരുപാട് കോട്ടൺ പാഡ്സ് കഴിവതും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. മെയിൻലി ഇതൊക്കെ തന്നെ, കുറച്ചേറെ ആയിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. പിന്നെ നമ്മുടെ കോഫി, ടീ പോലെയുള്ള സാധനങ്ങൾ, ബിവറേജസ് ഒക്കെ, കോള ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒക്കെ കുറയ്ക്കുക. കൂടുതലായിട്ട് നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം കുടിക്കുന്നത് കുറച്ച്, അതുപോലെ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ കുടിക്കാമെങ്കിൽ നമുക്ക് അത് ഹെൽത്തിന് വളരെ നല്ലതായിരിക്കും. ഓക്കെ. അതേപോലെ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, കൂടുതൽ സ്ട്രെസ്സും അല്ലെങ്കിൽ ടെൻഷനും ഒക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞ പോലെ പീരീഡ്സ് ലേറ്റ് ആകാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതെ, പീരീഡ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞൊരു ഹോർമോണൽ, ശരീരത്തിന്റെ തന്നെ ഹോർമോണൽ ഒരു റിലേറ്റഡ് എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് പീരീഡ്സ് വരുന്നത്. അപ്പോൾ ഈ പീരീഡ്സ് പല കാര്യങ്ങളാൽ കൊണ്ടും ചേഞ്ച് ആവാം. അപ്പോൾ അത് നമ്മുടെ പരീക്ഷകളിലാകാം, അല്ലെങ്കിൽ നമുക്ക് വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആവാം, ഈവൻ എ ഫീവർ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും എടുത്ത ആന്റിബയോട്ടിക്സിന്റെ യൂസും ഉണ്ടാവാം. ഈവൻ ട്രാവൽ ക്യാൻ ചേഞ്ച് യുവർ പീരീഡ്. സോ നമ്മൾ ചിലപ്പം ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് പോലും നമുക്കൊരു മേ ബി എ ചേഞ്ച് ഇൻ ക്ലൈമറ്റ് ഓർ എ ചേഞ്ച് ഇൻ അവർ സ്ട്രെസ് ലെവൽ, അപ്പം ഇതും കൊണ്ട് പോലും നമുക്ക് പീരീഡ്സിന് ഡേറ്റ് ചേഞ്ച് ആയി വരാം. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമുക്ക് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് പീരീഡ് പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു ശീലവും ധാരാളമായി കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം എന്താ പറയുക, അത് ഒത്തിരി അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നത്, അതും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട്, വല്ലപ്പോഴും വർഷത്തിൽ 1-2 തവണയൊക്കെ കുഴപ്പമില്ലാതെ പ്രൊമോട്ട് ലൈക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്നത് വേണമെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം. ബട്ട് റെഗുലർലി അത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഹോർമോണൽ എഫക്റ്റിനെ ബാധിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ അടുത്ത ഇടവേളകളിൽ തന്നെ ഇതേപോലെ പീരീഡ്സ് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഭാവിയിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ? വേറെ പ്രൊലോങ്ഡ് ആയിട്ട് അല്ലെ ലോങ് ടേം ഹെൽത്ത് എഫക്ട്സ് ആയിട്ടൊന്നും അങ്ങനെ പറയാനില്ല. മെയിൻ ആയിട്ട് നമ്മുടെ ആ ഒരു ഹോർമോണൽ സന്തുലിതാവസ്ഥയെ വളരെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഫ്രീക്വന്റ് ചേഞ്ചസ് നീഡഡ് ആയിട്ടുള്ള അവസരങ്ങൾ നമുക്ക് മിക്കപ്പോഴും അറിയുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളപ്പം മേ ബി യു ക്യാൻ ഗോ ഓൺ ഫോർ എന്താ പറയുക, ഒരു OCP 21 ഡേയ്സിന്റെ ഹോർമോൺസ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്ത് എടുക്കാം. അതായത് ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ മാസവും പീരീഡ് പോസ്റ്റ്പോൺ ചെയ്യുന്നത് ചിലപ്പോൾ അത്ര നല്ലതായിരിക്കില്ല. ബിക്കോസ് അഗെയിൻ യു വിൽ ഗെറ്റ് ഹെവി പീരീഡ്സ്, അല്ലെങ്കിൽ ഭയങ്കര സിവിയർ പെയിൻ ആവാം.
അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈ ഡിലേഡ് സൈക്കിൾ കൊണ്ട് വരാം. സ്ത്രീകളിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് യൂറിൻ ഇൻഫെക്ഷൻ. ഇതിപ്പം പ്രഗ്നൻസി ടൈമിലും യൂറിൻ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണാറുണ്ട്. നോർമൽ കേസിലും ഈ ഒരു പ്രഗ്നൻസി കേസിലും എങ്ങനെയാണ് UTI ബാധിക്കുക? സോ നമ്മൾ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ എപ്പോഴും കൂടുതലാണെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഒന്നാമതായിട്ട് നമ്മുടെ യുറേത്രയുടെ സൈസ്, ദാറ്റ്സ് ലോങ്ങർ ഇൻ മെൻ, ചെറുതാണ് 4 സെൻറ്റിമീറ്റർ ആണ് വിമനിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് എപ്പോഴും വിമനിന് കൂടുതലാണ്. പിന്നെ പ്രഗ്നൻസിയിൽ യൂറിനറി ഇൻഫെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ പ്രഗ്നൻറ്റ് യൂട്രസ് വളർന്നു വരുന്ന കുഞ്ഞ് വളർന്നു വരുന്ന യൂട്രസ് എപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് 3 ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസം നമ്മൾ പറയും നമ്മുടെ യൂട്രസ് വലുതായി അത് പെൽവിസിന് പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ്. 3 മാസം കഴിയുമ്പോഴാണ് വയറിൻ്റെ മുകളിലേക്ക്, അതായത് പെൽവിസിന് മുകളിലേക്ക് വയറിലേക്ക് എത്തി തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് 3 മന്ത്സ് പെട്ടെന്ന് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ്, യൂട്രസിന് വലിപ്പം വയ്ക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം നാച്ചുറലി നമ്മുടെ ബ്ലാഡറിന് ഒരു കംപ്രഷനും കാര്യങ്ങളും ഒക്കെ വരും. അപ്പം യൂറിനറി ഇൻഫെക്ഷൻ, യൂറിൻ ഇതുപോലെ കെട്ടി നിൽക്കാനും റിട്ടൻഷനായിട്ട് കെട്ടി നിൽക്കാനും, അതുപോലെ ഈവൻ ചിലർക്ക് ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി ആയിരിക്കും, അങ്ങനെയും വരാം. അപ്പം ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഫസ്റ്റ് 3 മന്ത്സ് ഓഫ് പ്രഗ്നൻസിയിൽ കാണാറുണ്ട്. അപ്പം ഇത് നമ്മൾ പേഷ്യൻസിനെ വാൺ ചെയ്യാറുമുണ്ട്. അപ്പോൾ അവരോട് നന്നായി വെള്ളം കുടിക്കുവാനും ഒരു 2-3 hours യൂറിൻ പാസ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കാറുമുണ്ട്. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിൽ കുറച്ചുകൂടെ കോമൺ ആണ്. ബിക്കോസ് ഈ പറഞ്ഞ ഒരു കാര്യം, രണ്ടാമത് വെള്ളം കൂടി കുറഞ്ഞു പോകുന്നത് കാര്യങ്ങൾ കൊണ്ട് വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുതൽ കാണും. പിന്നെ ഷുഗർ, നമ്മുടെ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത നമ്മുടെ സൗത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ, പ്രത്യേകിച്ച് കേരള, കർണാടക, തമിഴ്നാട് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ കൂടുതലാണ്. അപ്പം ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരുമ്പം വീണ്ടും നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഷുഗർ കൺട്രോൾ ആണോ, നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഷുഗർ ലെവലാണ്. ഷുഗർ കൺട്രോൾഡ് ആണെങ്കിൽ നമ്മൾ മേ ബി വെള്ളം കുടിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്രസിൻ്റെ വലിപ്പം കൊണ്ട് വളർന്നു വരുന്നതനുസരിച്ച് ബ്ലാഡറിലേക്ക് വരുന്ന കംപ്രഷൻ്റെ എഫക്റ്റ് കൊണ്ടൊക്കെ ആയിരിക്കാം UTI വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വണ്ണം വെക്കുന്നുണ്ടല്ലോ, അതും ഒരു ഇൻഡയറക്ട്ലി ഇറ്റ് വിൽ ഓൾസോ റിലേറ്റ് ടു സം കൈൻഡ് ഓഫ് ദീസ് ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് വജൈനൽ ഇൻഫെക്ഷൻസ്. അപ്പോൾ ഒത്തിരി ഇറുകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ നിർത്തുക, കുറച്ച് നല്ല എയറേഷൻ ഉള്ള പോലത്തെ നല്ല ഡ്രസ്സസ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുക. പിന്നെ നന്നായി വെള്ളം കുടിക്കുക, ഇതുപോലെ റെഗുലർ എക്സസൈസസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. വെയിറ്റ് ഗെയിൻ എപ്പോഴും നമ്മൾ ഒരു ഗാർഡഡ് ആയിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് എത്ര വെയിറ്റ്, നമ്മുടെ ഒരു വെയിറ്റിനനുസരിച്ച് നമുക്ക് എത്ര വെയിറ്റ് പ്രഗ്നൻസി കൂടാം എന്നുള്ളത് നമ്മൾ ഒന്ന് അറിഞ്ഞിരുന്ന് വേണം നമുക്ക് പ്രഗ്നൻസിയിൽ ഡയറ്റും കാര്യങ്ങളും ഒക്കെ നോക്കാൻ. ഈ പറയുന്നത് പോലെ വെയിറ്റ് വെക്കുന്നു എന്ന് പറയുന്നു പ്രഗ്നൻസി ടൈം അല്ലെങ്കിലും പ്രസവത്തിന് ശേഷമാണെങ്കിലും. അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഡയബറ്റിക് പേഷ്യൻസിന് അവർക്ക് എങ്ങനെയാണ് നമ്മളൊരു സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടത് ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കേസിൽ ഗർഭധാരണത്തിൻ്റെ ആ ഒരു ടൈമിൽ? സോ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിനെ പറ്റി പറയുമ്പോൾ അവർ ഗർഭം ധരിച്ചതിന് ശേഷമല്ല, ആക്ച്വലി ദേ ഷുഡ് കം ടു അസ് ബിഫോർ ദേ ഗെറ്റ് പ്രഗ്നൻറ്റ്. ഓക്കെ. സോ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്നുള്ളൊരു കാര്യമുണ്ട്. സോ ഡയബറ്റീസിൻ്റെ ലെവല്, പ്രത്യേകിച്ച് കുറേ കാലമായിട്ട് ഡയബറ്റീസ് ഉള്ള ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസ് പോലെയുള്ളവരാണെങ്കിൽ നമുക്ക് HbA1c ഒക്കെ നോക്കി അത് കൺട്രോൾഡ് ആണോ എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സോ HbA1c ഒരു 6.5-നകത്താണെങ്കിൽ അവരുടെ ഡയബറ്റിക് ലെവൽ ഓൾമോസ്റ്റ് കൺട്രോൾഡ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു ലെവലിൽ അവർ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അവർക്ക് ഡയബറ്റീസ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. ബട്ട് HbA1c ഒരു 8 ഒക്കെ ഉള്ള ആൾക്കാർ, 9 ഒക്കെ ഉള്ള ആൾക്കാർക്ക് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് കൂടാം. അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ധാരാളം പ്രോബ്ലംസ് ഉണ്ടാക്കി വെക്കും. അപ്പം ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ച് അവർ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ഡോക്ടറിനെ കണ്ടിട്ട് അവരുടെ ഷുഗർ ലെവലും കാര്യങ്ങളും, ഇതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ, വജൈനൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയും ഇതെല്ലാം കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡയബറ്റീസ് വരുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ പ്രത്യേകിച്ച്, ഒന്ന് ഡയറ്റും 2 എക്സസൈസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പ്രഗ്നൻസിയിൽ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നമുക്ക് BMI റിലേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ ഒരു വെയിറ്റ് ഗെയിൻ്റെ ചാർട്ടുണ്ട്, ഇത്ര വെയിറ്റേ ഒരാൾ ഏറാൻ പാടുള്ളൂ എന്നുള്ളത് നമുക്ക് ഗൈഡ് ലൈൻസിലുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 2 ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിനോട് പറയുന്നത് 3 മീൽസ് അല്ല, അവരൊരു 6 മീൽസ് ആയിട്ട് ഫുഡ് കഴിക്കണം എന്നാണ് പറയുന്നത്. സോ അത്
മെയിൻ 3 മീൽസ് ഉണ്ടല്ലോ നമ്മുടെ രാവിലെ ഉച്ചയ്ക്കത്തെ വൈകുന്നേരത്തെ. സോ ഈ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ വിട്ടിട്ട് ഇടയ്ക്ക്, അതായത് ഇപ്പോൾ ഒരു 11 o'clock സമയത്ത് രാവിലത്തെ ആ ടൈമിൽ, ദെൻ ഉച്ചയ്ക്ക് ഒരു 4 o'clock 3 to 4 ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ദെൻ അഗെയിൻ ആഫ്റ്റർ ഡിന്നർ ബിഫോർ ദേ ഗോ ടു സ്ലീപ്പ്. സോ ബൈ അറൌണ്ട് 10 o'clock എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട്. സോ ഈ പറയുന്ന മീൽസ് എപ്പോഴും ദേ ഷുഡ് ഹാവ് എന്താ പറയുക ലൈറ്റർ മീൽ. ഒരിക്കലും ഒരു വലിയ പ്ലേറ്റിൽ ഫുൾ കഴിച്ചിട്ട് അല്ല ഈ ഇടയ്ക്കത്തെ മീലൂടെ കഴിക്കാൻ പറയുന്നത്. അവർ കുറച്ചായിട്ട് കഴിക്കാൻ പറയും. ഫ്രീക്വൻറ്റ് മീൽസ് ബട്ട് സ്മോളർ വോളിയൂംസ്. പിന്നെ പറയുന്ന ഒരു കാര്യം, അവർ ഈസി ഷുഗേഴ്സ്, അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, നമ്മൾ വേഗം നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂട്ടുന്ന ഭക്ഷണങ്ങൾ, അതിപ്പോൾ ഐസ്ക്രീം ആവാം, ചോക്ലേറ്റ്സ് ആവാം, ഈവൻ നമ്മുടെ സ്വീറ്റ് കോൺ പറയാൻ പറ്റില്ല, ഓക്കെ, ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, പിന്നെ മധുരം, വെറുതെ പഞ്ചസാരയിട്ട് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഈസി ഷുഗേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് സോ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് ദഹിക്കാൻ കുറച്ചും കൂടെ സമയം എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഷുഗറിൻ്റെ ലെവല് സാവധാനമേ ഉയരാൻ പാടുള്ളൂ. അങ്ങനത്തെ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ കൂടുന്നതിൻ്റെ ആ ഒരു സമയം വളരെ കുറയ്ക്കും. ഷുഗർ പീക്സ് അവോയ്ഡ് ചെയ്യാൻ പ്രോട്ടീനും ഫൈബർ റിച്ച് ഫുഡും എടുക്കുന്നത് നല്ലതായിരിക്കും. സോ നമ്മളെപ്പോഴും പറയും നമുക്കൊരു ബാലൻസ്ഡ് മീൽ എന്നുള്ളത്. സോ അത് ഈ പ്രഗ്നൻസിയിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റ് എടുത്താൽ അതിൽ കുറച്ച് ഭാഗം ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വന്നാൽ കൂടുതലായിട്ട് സാലഡ്സ്, വെജിറ്റബിൾസ്, അതിപ്പോൾ നമ്മുടെ ഇലക്കറികളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും, പിന്നെ പ്രോട്ടീൻ. സോ അത് ഒരു മീലിൽ ഒരു പ്രോട്ടീൻ ഉണ്ടാവണം. സോ ഇറ്റ് ക്യാൻ ബി ഒരു മുട്ടയായിരിക്കാം, അല്ലെങ്കിൽ മീനായിരിക്കാം, അല്ലെങ്കിൽ ഇറച്ചിയായിരിക്കാം. ഇതെല്ലാം കൂടെ ഒരു മീലിൽ വേണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം ഒരു മീലിൽ വേണം. കാർബ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. കാർബ് കുറയണം, പ്ലസ് ദേ ഷുഡ് ഗെറ്റ് ദ ന്യൂട്രീഷൻ ഓൾസോ ഫ്രം പ്രോട്ടീൻ വേണം. അതുപോലെ നമ്മുടെ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈബറും നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ട്. സോ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവേ നമ്മുടെ മലയാളികളാണെങ്കിലും ആരായെങ്കിൽ പോലും ഇപ്പൊ ഗർഭിണികളോട് പറയാറുള്ളൊരു കാര്യം, നന്നായിട്ട് കഴിച്ചോളാനാ ഗർഭാവസ്ഥയിൽ. അത് 2 പേർക്ക് വേണ്ടി കഴിക്കണം. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിൽ ഇപ്പൊ ഡോക്ടർ പറയാണ് നമ്മൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് ഫുഡ് കഴിക്കുക, 3 നേരം കഴിക്കണ ഭക്ഷണം അതൊരു 6 തവണയായിട്ട് ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ കഴിക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് എല്ലാവർക്കും ദഹിക്കുന്ന ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും ദഹിക്കും. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആൾക്കാരെ സംബന്ധിച്ച് ഭക്ഷണം അവർ ഒരു വലിയ പ്ലേറ്റിൽ എടുത്ത് ഫുൾ മീൽ ഒരു സമയം കഴിക്കുന്നവരായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എനിക്ക് തോന്നുന്നു ദേ ആർ ക്വൈറ്റ് ഓക്കെ. സോ നമ്മൾ ഈ ഫ്രീക്വന്റ് മീൽസ് കഴിക്കാൻ അവർ കുഴപ്പമില്ല. നമ്മൾ പേഷ്യൻസിനോട് പറയുമ്പോൾ അവർ ഹാപ്പി ആയിട്ട് അത് എടുക്കാറുണ്ട്. പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് അവിടെ ഒരു പ്രോബ്ലം വരുന്നത്. ഈ 6 മീൽ പാറ്റേൺ ഫോളോ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ ഡയറ്റ് അല്ലാതെ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നവർ, ഇപ്പോൾ ഇൻസുലിനോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ ഒക്കെ എടുക്കുന്നവരുണ്ടാവും, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് അവർ പ്രത്യേകിച്ച് ജോലിയുടെ സമയത്ത് ഇടയ്ക്ക് വന്ന് എക്സ്ട്രാ മീൽസ് എടുക്കാൻ അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കാനുള്ള ടൈമൊന്നും അവർക്ക് കിട്ടണമെന്നില്ല. സോ അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് എന്നാലും നമ്മൾ പറയാറുണ്ട്, ഈ എക്സ്ട്രാ ടൈം എന്ന് പറയുമ്പോൾ ഈ 11 o'clock പറയുന്നത് വീണ്ടും ഒരു പ്ലേറ്റിനകത്ത് കഴിക്കാനല്ല. ഇറ്റ് കൻ ബി ജസ്റ്റ് എൻ ആപ്പിൾ ഓർ ഇറ്റ് കൻ ബി കുറച്ച് നട്ട്സ്, ഇനി അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല്, രാവിലെ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല്, അല്ലെങ്കിൽ രാവിലെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു മുട്ട, അതൊക്കെയാണ്. അല്ലാതെ ഒരു പ്ലേറ്റ് നിറച്ച് പിന്നെ ഒരു സാധനം കഴിക്കാനല്ല പറയുന്നത്. അഗെയിൻ ഇൻ ദ ഈവനിങ് ഓൾസോ ഒരു ഹെൽത്തി സ്നാക്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും നട്ട്സ് അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കാം. ശരി, അതത്ര ഉൾക്കൊള്ളാൻ കുറച്ച് താമസം എടുക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? പക്ഷെ നമ്മള് അങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ പ്രസവത്തിന് ശേഷം അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും. എപ്പോഴും നമ്മൾ പ്രഗ്നന്റ് ആയാൽ ഭയങ്കര വണ്ണം വെക്കുന്നു, അതുകൊണ്ട് പിന്നെ ഡയറ്റ് ചെയ്യണം, പിന്നെ എക്സസൈസ് എപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ പ്രഗ്നൻസിയിൽ തന്നെ നമുക്ക് ഇത്ര വെയിറ്റ് ഗെയിൻ, ഇപ്പോൾ ഒരു 70, സപ്പോസ് ഒരു പേഷ്യന്റ് ഒരു 70 kg വെയിറ്റ് ആണെങ്കിൽ അവർക്കൊരു മാക്സിമം 5 kg 6 kgs കൂടിയാൽ മതി. നമ്മൾ ബേബിയെ സംബന്ധിച്ച് നമ്മൾ കഴിക്കുന്ന എല്ലാ മീലിലും അങ്ങനെ നമ്മൾ കഴിക്കുന്നതെല്ലാം കൂടി അവർ വലിച്ചെടുക്കുമല്ല. സോ ദേ വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ദ ന്യൂട്രീഷൻ. ഓക്കെ, സോ യു നീഡ് ടു ഈറ്റ് ഹെൽത്തി ഡയറ്റ്, നോട്ട് ഫോർ 2 ബട്ട് ഫോർ യുവർ അപ്പറ്റൈറ്റ്. ഓക്കെ, വിശപ്പിന് മാത്രം കഴിച്ചാൽ മതി, ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ഓവറോൾ പ്രഗ്നൻസിയിൽ നോക്കി പോവുകയാണെങ്കിൽ ആദ്യം മുതലേ തന്നെ നമ്മുടെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണ്. പിന്നെ എക്സസൈസ്, അൺലെസ് യു ഹാവ് സം പ്ലാസന്റ പ്രീവിയ റിസ്ക് ഫോർ പ്രീ ടേം ലേബർ, അതായത് വേഗം ഡെലിവറി ആവാനുള്ള സാധ്യത, മാസം തികയാതെ പ്രസവിച്ച പഴയ ഹിസ്റ്ററി ഉള്ളവർ, അതുപോലെ പ്ലാസന്റ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ പൊസിഷൻ താഴെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പ്ലാസന്റ പ്രീവിയ ലോലൈങ് പ്ലാസന്റ എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവരൊക്കെ
എക്സസൈസ് നമ്മൾ പൊതുവെ റെസ്ട്രിക്റ്റ് ചെയ്യും. അല്ലാതെ പൊതുവെ എല്ലാവർക്കും തന്നെ ഒരു 40 മിനിറ്റ്സ് 30 to 40 മിനിറ്റ്സ് എക്സസൈസസ് പ്രഗ്നൻസിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും നമ്മൾ ജീവിതത്തിൻ്റെ ആ ഒരു ഭാഗമാക്കിയിട്ട് തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ആദ്യം തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി വഴങ്ങൂല. അപ്പോൾ പ്രഗ്നൻസിയിൽ അനങ്ങാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഫുൾ പെയിൻ ആയിരിക്കും. അവർ പയ്യെ കുഞ്ഞിനെ നോക്കാറാവുമ്പോഴത്തേക്കും അവർക്ക് ഫുൾ ബോഡി പെയിൻ, അവിടെ പെയിൻ, നടുവേദന, ഇത് അങ്ങനത്തെ പ്രശ്നങ്ങൾ. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ഹെൽത്തി എക്സസൈസ് പ്ലാൻസ് ഓൾസോ ഇൻ പ്രഗ്നൻസി. അപ്പോൾ അത് ചെയ്തു പോവുക. അപ്പം ഫസ്റ്റ് 3 ട്രൈമസ്റ്ററാണ് പ്രത്യേകിച്ച് അബോർഷൻ റിസ്ക് ഒക്കെ ഒരുപാട് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മേ ബി പറഞ്ഞ ഹെവി എക്സസൈസോ കാര്യങ്ങളോ ഒക്കെ അവോയ്ഡ് ചെയ്യാം. ബട്ട് സ്റ്റിൽ വാക്കിംഗ് ഇസ് സ്റ്റിൽ അക്സെപ്റ്റഡ്. മേ ബി 15 to 20 മിനിറ്റ്സ് നമ്മുടെ വീട്ടിൽ നടക്കുന്നതൊന്നും വീടിൻ്റെ അകത്തോ പുറത്തോ ഒക്കെ നടക്കുന്നതൊക്കെ അപ്പോഴും നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കുറവാണ്, അൺലെസ് ദർ ഇസ് ലാർജ് സബ് കോറിയോണിക് ഹെമറേജസ്. ഓക്കെ സോ ഈ പറഞ്ഞ പ്ലാസൻറ്റ പ്രീവിയയും ത്രെട്ടൺ പ്രീടേം ലേബർ ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഈവൻ എക്സസൈസ് ഒരു 20 to 30 മിനിറ്റ്സ് എങ്കിലും മിനിമം എക്സസൈസസ് ഡെയിലി ചെയ്തു പോയാലും നല്ലതായിരിക്കും. ആൻഡ് ടുവേർഡ്സ് ദ 3rd ട്രൈമസ്റ്റർ വി ഓൾസോ ഹാവ് അതർ എക്സസൈസ്. നമുക്ക് ഡെലിവറി വേഗം ആകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പെൽവിക് ബോൺസ് റിലാക്സ് ചെയ്ത് പെൽവിക് ലിഗമെൻറ്റ്സ് ഒക്കെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസും ഉണ്ട്. സോ അതിനകത്ത് ബട്ടർഫ്ലൈ എക്സസൈസസ്, അതുപോലെ തന്നെ ഫ്രോഗ് വാക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റിയും കിട്ടും. ഈവൻ ഡെലിവറി പ്രോസസ് ഓൾസോ വിൽ ബി മോർ ഈസിയർ. ആൻഡ് നമുക്ക് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഒരു ഹെൽത്തി ലെവലിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നോക്കാനും പറ്റും.